വെൽക്കം ടു റെയിൻബോ ഡ്രീംസ്. ഇന്ന് നമ്മളൊരു ചെറിയ ഗാർഡൻ ടൂറാണ് ചെയ്യുന്നത്. ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഞാൻ ഉണ്ടാക്കിയൊരു ചെറിയ ഗാർഡനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളിൽ ചിലരെങ്കിലും പോലെ രാവിലെ അത്ര നേരത്തെ എണീക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് കേട്ടോ ഞാൻ അങ്ങനെ ഒരു കൃത്യസമയത്ത് എണീക്കുന്ന ആളൊന്നുമല്ല. എന്നാലും ഞാൻ എണീക്കുമ്പം ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കുക എന്നുള്ളതാണ്. ഈ ക്യാൻ ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. നല്ല ഭംഗി കണ്ടിട്ട് എടുത്തതാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ ചെറിയ ചെടികൾക്കൊക്കെ വെള്ളം നനച്ചു കൊടുക്കാറ്. ചെടികൾ നടാനും പരിപാലിക്കാനും ഒക്കെ ചെറുപ്പത്തിലേ ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. പക്ഷേ സ്കൂളിലും കോളേജിലൊന്നും പഠിക്കുമ്പം നമുക്കിതിനുള്ള ഒരു ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ലോക്ക്ഡൗൺ ആയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പിന്നെ ഇതിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റും താല്പര്യമൊക്കെ പിന്നെ ഉണ്ടായി വന്നത്. ഒരു ചെടി നട്ട് അതിന് പൂക്കളൊക്കെ ഉണ്ടായി വരുമ്പം നല്ലൊരു ഭംഗിയാണ് അതിന് കാണാനും അത് ആസ്വദിക്കാനും ഒക്കെ. അധികം കെയറിംഗ് ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ചെടികളാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ട് വാങ്ങിച്ചത്. രാവിലെ ഈ ചെടികളുടെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് വരുമ്പം നല്ലൊരു ഫ്രഷ്നെസ്സാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. ഇതൊക്കെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളാണ്. മിക്ക ചെടികളും ഇപ്പോൾ വലുതായിട്ടുണ്ട്. ഞാനതിൻ്റെ വീഡിയോ സൈഡിലായിട്ട് കൊടുക്കാം. ഇത് ഞാൻ ഈ അടുത്ത കാലത്ത് വാങ്ങിച്ച ഒരു ഫേണാണ്. ഫിഷ് ടെയിൽ ഫേൺ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമ്മുടെ നാടൻ പെറ്റൂണിയയുടെ ഒരു വെറൈറ്റിയാണ്. നിറയെ പൂക്കളൊക്കെ ഉണ്ടാകും. മെയിൻലി വാട്ടറാണ് ഈ ചെടി ഇഷ്ടപ്പെടുന്നത്. ഇവിടെ മണ്ണിറക്കിയപ്പോൾ കിട്ടിയ ഒരു വുഡൻ റൂട്ടാണിത്. ഇത് ഞാൻ വെറുതെ ഒരു ചട്ടിയിലേക്ക് ഇറക്കി വെച്ചു. അതിന് ചുറ്റും ചെടികളൊക്കെ നട്ടപ്പം ഇപ്പം നല്ല ഭംഗിയായി വന്നു. ഇത് പെന്നിവർട്ട് എന്ന് പറഞ്ഞ ഒരു പ്ലാന്റാണ്. ശരിക്കും ഇതൊരു വാട്ടർ പ്ലാന്റ് ആയിട്ടും നമുക്ക് മണ്ണിലാണെങ്കിലും നടാം. ഇത് വാട്ടർ ലെറ്റൂസ്, വാട്ടർ ക്യാബേജ് എന്നൊക്കെ പറയുന്ന ഒരു പായലിൻ്റെ വിഭാഗത്തിൽ പെടുന്ന ചെടിയാണ്. ഇതിപ്പോൾ ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ വാട്ടർ പോപ്പിയും അതുപോലെ നെയ്യാമ്പൽ എന്ന് പറയുന്ന ഒരു പൂവുണ്ടാവുന്ന ചെടിയും കൂടിയാണ് നട്ടിരിക്കുന്നത്. പൂക്കൾ വളരെ കുറവാണ്. ഇടയ്ക്ക് 1-2 ഒക്കെ ഉണ്ടാവുന്നുള്ളൂ. അതിലൊരു ചെറിയ ചെത്തി നട്ടിട്ടുണ്ട്. ഇതൊക്കെ കൊമ്പ് നട്ട് മുളപ്പിച്ച ചെടികളാണ്. പല വെറൈറ്റി മണി പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത്. ഇത് ബെഗോണിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ ചെടി എൻ്റെ ആൻറ്റി തന്നതാണ്. ഇതിൻ്റെ പേര് പേർപ്പിൾ വാഫിൾ എന്നാണ്. ഇത് ബോർഡർ ഗ്രാസ് ആണ്. ഇത് നമ്മൾ ഈ ഗാർഡനൊക്കെ ഉണ്ടാക്കുമ്പം ബോർഡറിൽ വെച്ച് പിടിപ്പിക്കാൻ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇത് അലോവേറ ആണ്. സ്കിന്നിനും ഹെയറിനൊക്കെ നല്ലതാണെന്ന് പറയാറുണ്ട്. ഈ റെഡ് ലീഫുള്ള പ്ലാന്റ് യൂഫോർബിയ വെറൈറ്റിയിലുള്ള ഒരു ചെടിയാണ്. ഇത് പുകക്കുഴലിൻ്റെ മുകളിലുള്ള സാധനമാണ് കേട്ടോ. ഇതധികം വലുതാവാത്ത ഒരു ബാംബു വെറൈറ്റിയാണ്. പെൻസിൽ ബാംബു എന്നാണ് ഇതിന് പറയുക. ഇടയ്ക്ക് സ്നേക്ക് പ്ലാന്റും ജമന്തിയും ഒക്കെ നട്ടിട്ടുണ്ട്. ഇതൊക്കെ റോഡ് സൈഡിൽ നിന്ന് കളക്ട് ചെയ്ത കുറച്ച് ചെടികളൊക്കെയാണ്. ഇത് ഞാൻ DIY ആയിട്ട് ഉണ്ടാക്കിയ ഒരു സർക്കുലർ ട്രെല്ലിസാണ്. ഇതിലിപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ് പടർത്തി കൊടുത്തിട്ടുള്ളത്. ഇത് ലോറോ പെൻഡാലം എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ഇതിവിടെ അടുത്തൊരു എക്സിബിഷൻ നടന്നപ്പം ഞാൻ വാങ്ങിച്ചതാണ്. ഇടയ്ക്കൊക്കെ ഒരു പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാവാറുണ്ട്. സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വേറെ വെറൈറ്റി ഉണ്ട്. ഇത് റെഡ് കളർ കലാഞ്ചോ ആണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ.
ഇത് ബോട്ടിൽ ബ്രഷ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ അറ്റത്തായിട്ട് ചെറിയൊരു റെഡ് കളറുണ്ട്. നല്ലൊരു സ്മെല്ലുണ്ട് ഇതിൻ്റെ ലീവ്സിന്. ഇത് ഞാൻ ഉണ്ടാക്കിയൊരു ഗ്രിഡാണ്. ഇവിടുത്തെ വാട്ടർ ടാങ്കിൻ്റെ ഫ്രെയിമാണിത്. ഇതിലേക്ക് കയറ് ചുറ്റിയിട്ടാണ് ഈ ചെടിയൊക്കെ പടർത്തിയിട്ടുള്ളത്. ഒരു തോണിയുടെ ഷേപ്പുള്ള ഒരു പ്ലാന്ററിലാണ് ഇതൊക്കെ നട്ടിട്ടുള്ളത്. ഇത് നാടൻ കുറ്റിമുല്ലയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ജാസ്മിൻ. ഇത് മുറിവോടി എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ് പടർന്ന് വരുന്നതൊക്കെ കാണാൻ. ഇതെൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു എക്സിബിഷൻ നടന്നപ്പോൾ ഞാൻ അവിടുന്ന് മേടിച്ച ഒരു പോട്ടാണ്. അപ്പോൾ അതിൽ നടാൻ വേണ്ടിയിട്ട് എനിക്കൊരു ആൻറ്റി തന്ന ചെടിയാണിത്. ഇത് ഞാൻ ഉണ്ടാക്കിയ വേറൊരു പ്ലാന്റ് സപ്പോർട്ടാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ കമ്പി വളച്ചൊരു ഹാർട്ട് ഷേപ്പിൽ ഒരു പ്ലാന്റ് സപ്പോർട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് കലാത്തിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് വെറൈറ്റിയാണ്. അധികം സൺലൈറ്റ് ഒന്നും ഇല്ലാത്ത സ്ഥലത്താണ് നമ്മളിത് വെക്കേണ്ടത്. ഒരു നേരമെങ്കിലും നമ്മൾ വെള്ളം മസ്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം. നമ്മൾ പുറത്ത് കണ്ട സർക്കുലർ ട്രെല്ലിസ് തന്നെയാണിത്. ഇത് ഞാൻ അകത്തേക്ക് മാറ്റി. ഇതിലിപ്പോൾ ഒരു മോൺസ്ട്ര പ്ലാന്റ് ആണ് നട്ടിട്ടുള്ളത്. പുറത്തുണ്ടായിരുന്ന ട്രെല്ലിസ് മാറ്റിയിട്ട് ഞാൻ അതിൽ കുറേ ചെടികൾ നട്ടിട്ടുണ്ട്. ഇതിലിപ്പോൾ എപ്പീഷ്യ എന്ന് പറയുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് നട്ടിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ കുറച്ച് പോത്തോസ് നട്ടു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇടയ്ക്ക് പെലിയോണിയ റെപ്പൻസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റും കൂടെ നട്ടിട്ടുണ്ട്. ആ ഒരു പുകക്കോഴിൽ പലതരം ഫ്ലവേഴ്സും ഹാങ്ങിങ് പ്ലാന്റ്സും ഒക്കെ നട്ടപ്പം ഇപ്പോൾ അതൊരു ഫ്ലവറിങ് പില്ലർ പോലെയായിട്ട് തോന്നുന്നുണ്ട്. ഇതിൽ 2 കളറ് എപ്പീഷ്യ പ്ലാന്റ് ആണ് നട്ടിട്ടുള്ളത്. ലൈറ്റ് ഗ്രീൻ കളറും അതുപോലെ ഒരു ബ്രൗൺ കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നട്ടിട്ടുള്ളത്. ഇതൊരു ഫേൺ വെറൈറ്റിയിൽ വരുന്ന പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. ഫോക്സ് ടെയിൽ ഫേൺ എന്നാണ് ഇതിൻ്റെ പേര്. നല്ല ഭംഗിയാണ്. നമ്മൾ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എപ്പോഴും വളർന്ന് നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും. ഇത് ഞാൻ വാങ്ങിച്ച ആദ്യത്തെ ചെടിയാണ്. ഇപ്പോഴും ഇത് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് കാണുമ്പം നല്ല സന്തോഷം തോന്നാറുണ്ട്. ഈ ഒരു ഹാങ്ങിങ് പോട്ടിൽ ടേർട്ടിൽ വൈൻ പ്ലാന്റ് ആണ് നട്ടിട്ടുള്ളത്. വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിന് നന്നായിട്ട് വളർന്നോളും. ഇത് ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ആണ്. ഇതിനൊരു ലൈറ്റ് പർപ്പിൾ കളർ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് നട്ട സമയത്ത് മാത്രമേ ഞാനതിൽ പൂവ് കണ്ടിട്ടുള്ളൂ. പിന്നെ ഒരു പ്രാവശ്യം പോലും പൂവുണ്ടായിട്ടില്ല. ഇതൊരു പിങ്ക് ബൊഗൻവില്ലയാണ്. ഇതിപ്പം ഔട്ട്ഗ്രോ ചെയ്തിട്ട് കട്ട് ചെയ്ത് നിർത്താനുള്ള പാകത്തിനായി ഒരുപാട് ഫ്ലവേഴ്സ് ഉള്ളതുകൊണ്ട് കട്ട് ചെയ്യാതെ നിർത്തിയിരിക്കുന്നതാണ്. ഇതായി പടർന്നു പോകുന്നത് കണ്ടോ? ഇതൊരു ചങ്ങലംപരണ്ടി എന്ന് പറയുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. പല ശരീരവേദനകൾക്കും ഇത് ആളുകൾ എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. നമ്മളിവിടെ ജസ്റ്റ് ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് പോലെയാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു മജന്ത ചെത്തിയാണ്. ഇതൊരു കൊമ്പ് പണ്ടിവിടെ നട്ടതാണ്. ഇപ്പം ഇത് വലിയ ചെടിയായിട്ടുണ്ട്. ഇത് ബ്രൈഡൽ ബൊക്കെ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ക്രീപ്പറാണ്. ഇതിപ്പോൾ നന്നായിട്ട് പടർന്ന് ബുഷിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കാണിക്കാം. ഇതിൻ്റെ പൂക്കൾ വിരിയുമ്പോൾ ഒരു ലൈറ്റ് സ്മെല്ലുണ്ട്. നല്ല ഭംഗിയാണ്. നിറയെ പൂക്കളൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ. ഇതെൻ്റെ ആൻറ്റി തന്ന ഒരു ചെടിയാണ്. നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. മെക്സിക്കൻ സൺഫ്ലവർ എന്നാണ് ഇതിൻ്റെ പേര്. എപ്പോഴും പൂക്കളുണ്ടാവും. അധികം കെയറൊന്നുമില്ലാതെ തന്നെ വളരുന്ന ഒരു ചെടിയാണിത്.
ഇത് ഫയർ ക്രാക്കർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഫ്ലവേഴ്സ് എന്ന് പറയുമ്പം ഈ ഫയർ ക്രാക്കറൊക്കെ പൊട്ടിക്കുമ്പം അതിൻ്റെ ലൈറ്റ് ഇങ്ങനെ താഴേക്ക് വീഴില്ലേ, അതുപോലെയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഇങ്ങനെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നത്. ഈ പൂവിൻ്റെ പേര് ജിഞ്ചർ ലില്ലി എന്നാണ്. നല്ലൊരു സ്മെല്ലാണ് ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഒരു ചെടിയാണ്. നല്ല ഭംഗിയുള്ള ഒരു ചെമ്പരത്തിയുടെ വെറൈറ്റിയാണ്. ഇത് ടെക്കോമ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. അതിൻ്റെ ഓറഞ്ച് കളർ ഫ്ലവറാണ് ഇതിലുള്ളത്. ഇത് ജാസ്മിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇത് നല്ല തിക്കായിട്ടുള്ള പെറ്റൽസ് ഉള്ള ജാസ്മിനാണ്. ഇതൊരു സീസണൽ പ്ലാന്റ് ആണ്. ഇടയ്ക്കൊക്കെയാണ് നമുക്ക് ഫ്ലവേഴ്സ് കിട്ടുള്ളൂ, എന്നാലും ഉണ്ടാകുമ്പോൾ നിറച്ച് ഉണ്ടാകുന്നുണ്ട്. നല്ല സ്മെല്ലുള്ള ഫ്ലവേഴ്സ് തന്നെയാണ്. ഇത് ക്രിംസൺ പെൻഡ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ നാടൻ വാടാമല്ലി ചെടിയാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ്, ഒരുപാട് കാലം നിൽക്കുകയും ചെയ്യും. ഇത് പെട്രിയ പ്ലാന്റ് ആണ്. ഇതിനകത്ത് നല്ല വയലറ്റ് കളറിൽ ഓർക്കിഡ് പോലത്തെ ഫ്ലവേഴ്സാണ് ഉണ്ടാവുക. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് ലോക്ക്ഡൗണിൻ്റെ സമയത്ത്. ഇപ്പോൾ ഇത് നന്നായിട്ട് പടർന്ന് പിടിച്ച് നിറയെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവാറുണ്ട്. അധികം കെയറൊന്നുമില്ലാത്ത പ്ലാന്റാണ് പെട്രിയ. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടുക, അതുപോലെ പ്രൂണിങ് ടൈമിന് ചെയ്യുക. ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. വാണ്ടറിങ് ജൂ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് വാക്കിംഗ് ഐറിസ് പ്ലാന്റ് ആണ്. മിക്സഡ് ഓർക്കിഡിൻ്റെ ചെടിയാണെന്ന് കരുതിയിട്ടാണ് ഞാൻ ആദ്യം ഈ ചെടി വാങ്ങിക്കുന്നത്. ഫ്ലവർ ചെയ്ത് വന്നപ്പോഴാണ് വാക്കിംഗ് ഐറിസ് ആണെന്ന് മനസ്സിലാവുന്നത്. ഈ ചെടിയുടെ പേര് മോസസ് ഇൻ ദ ക്രാഡിൽ എന്നാണ്. ഇത് നമുക്ക് ഈ ബോർഡറിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ചെടിയാണ്. ഇത് യൂഫോർബിയയുടെ ചെറിയ ഫ്ലവർ വെറൈറ്റിയാണ്. ഇത് നന്ദിയാർ വട്ടത്തിൻ്റെ ചെടിയാണ്. അമ്പലത്തിലൊക്കെ പോകുമ്പം ഞാൻ ഈ പൂക്കൾ കൊണ്ടുപോകാറുണ്ട്. ഇത് ഞങ്ങളൊരു എക്സിബിഷന് വാങ്ങിച്ച റോസ് പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഒരുമിച്ച് ഒരുപാട് പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഒരു വെൽവെറ്റിൻ്റെ ടെക്സ്ചറാണ് ഈ പൂവിനുള്ളത്. ഇത് ഞങ്ങളുടെ ടെക്കോമ പ്ലാന്റ് ആണ്. നിറയെ പൂക്കൾ ഉണ്ടാകും. ഇത് സീസണൽ പ്ലാന്റ് ആണ്. ഏപ്രിൽ മാസത്തിലൊക്കെയാണ് കൂടുതലും പൂത്ത് കണ്ടിട്ടുള്ളത്. നിറയെ പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഒരു മരം നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ മുഴുവനും പീനട്ട് പ്ലാന്റ് പടർത്തി കൊടുത്തിട്ടുണ്ട്. ചെറിയ ഒരു യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാവും ഇതിൽ. ഇത് യൂഫോർബിയയുടെ വേറൊരു കളറാണ്. ഇത് കുറച്ചുകൂടെ വലിയ പൂക്കളുള്ള യൂഫോർബിയാണ്. ഇത് മെലസ്റ്റോമ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഫ്ലവേഴ്സ് തന്നെ ഡിഫറെൻറ്റ് കളേഴ്സിലുണ്ട്. ഇതിപ്പോൾ ഒരു പർപ്പിൾ കളറാണ്. ഇതിൻ്റെ ലൈറ്റ് റോസ് കളറുണ്ട്, വൈറ്റ് കളറുണ്ട്. സീസണൽ അല്ലാത്തതുകൊണ്ട് നമുക്കെപ്പോഴും ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ട്. ഇത് പവിഴമല്ലിയാണ്. ഇത് രാത്രി വിരിയുന്ന ഒരു പൂവാണ്. രാവിലെ ആകുമ്പോഴത്തേക്കും കൊഴിഞ്ഞു പോവും. ഞാനിത് രാവിലെ പോയി പെറുക്കിയെടുക്കാറുണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇത് ചൈനീസ് വയലറ്റ് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നുണ്ട്. ഇതിപ്പോൾ ഒരു വയലറ്റ് കളറാണ്. ഇതിൻ്റെ ലൈറ്റ് വയലറ്റ് കളറുണ്ട്, അതുപോലെ ഓഫ് വൈറ്റ് കളറുണ്ട്, പിന്നെ ഒരു വൈറ്റിൽ ചെറിയൊരു പേർപ്പിളിൻ്റെ കളർ വരുന്ന ടൈപ്പ് ഉണ്ട്. ഇത് കനകാംബരത്തിൻ്റെ ചെടിയാണ്. പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന ചെടിയാണ്. ഇപ്പം ഞാൻ അധികമൊന്നും കാണാറില്ല. എപ്പോഴും നിറയെ പൂക്കൾ ഉണ്ടാവാറുണ്ട്. നല്ല ഭംഗിയാണ് പച്ചപ്പിൻ്റെ ഇടയിൽ ഓറഞ്ച് കളർ ഫ്ലവേഴ്സ് കാണുമ്പോൾ. ഇനിയും ഒരുപാട് കൂട്ടുകാരുണ്ട് എനിക്ക് ഗാർഡനിൽ. എല്ലാവരെയും കൂടെ കാണിക്കുമ്പം ഈ വീഡിയോ ഒരുപാട് വലുതാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്കതിനെല്ലാം ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയ ഗാർഡൻ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.